ഏവർക്കും ടീച്ചർ അക്കാദമിയുടെ പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം. നമ്മളൊക്കെ ആകാംക്ഷയോടെ കാത്തിരുന്ന റാങ്ക് ലിസ്റ്റുകൾ ഓരോന്നായി വന്നുകൊണ്ടിരിക്കുകയാണ്. നിലവിൽ കൊല്ലം, തിരുവനന്തപുരം, കോഴിക്കോട് ജില്ലകളുടെ റാങ്ക് ലിസ്റ്റുകൾ പബ്ലിഷ് ചെയ്തിട്ടുണ്ട്. കാസർഗോഡ് ജില്ലയിലെ കന്നഡ മീഡിയം പഠിക്കുന്ന കുട്ടികളുടെ റാങ്ക് ലിസ്റ്റ് ഇന്ന് പബ്ലിഷ് ചെയ്തിട്ടുണ്ട്. ഓരോരോ ജില്ലകളുടെ റാങ്ക് ലിസ്റ്റ് പബ്ലിഷ് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. അതുമായിട്ട് ബന്ധപ്പെട്ട് നിരവധി ആളുകൾ നമ്മളോട് സംശയം ചോദിക്കുന്നുണ്ട്. ആ സംശയങ്ങളുടെ ഉത്തരമാണ് നമ്മൾ ഈ വീഡിയോയിനകത്ത് പറയുന്നത്. ഈ ഒരു കാര്യം എല്ലാ ജില്ലകളിലും കോമൺ ആയിട്ടുള്ള കാര്യങ്ങളാണ്. അതുകൊണ്ട് തന്നെ മറ്റുള്ള ജില്ലക്കാർക്കും ഈ ഒരു വീഡിയോ ഉപകാരമാകും. അതുകൊണ്ട് കൃത്യമായിട്ട് ഈ വീഡിയോ മുഴുവനായിട്ട് കാണുക. എന്തെങ്കിലും സംശയങ്ങൾ ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് കൃത്യമായിട്ട് കമന്റ് ബോക്സിൽ കുറിക്കാവുന്നതാണ്. അത് കൃത്യമായിട്ട് നമ്മൾ മറുപടിയും നൽകുന്നതാണ്. അതുകൊണ്ട് തന്നെ വീഡിയോയിലോട്ട് കിടക്കാം. പീരീഡുമായി ബന്ധപ്പെട്ടും കേട്ടിട്ട് തുടങ്ങിയ മറ്റ് വിദ്യാഭ്യാസ വാർത്തകൾ നിങ്ങൾക്ക് ലഭിക്കുവാൻ വേണ്ടി ഈ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് വെക്കുക. വീഡിയോ ഉപകാരപ്രദമാണെന്ന് തോന്നുകയാണെങ്കിൽ മറ്റുള്ളവരിലേക്ക് ഷെയർ ചെയ്യുക. ഓക്കെ, വൺസ് അഗൈൻ വെൽക്കം ബാക്ക് ടു ടീച്ചർ അക്കാദമി. നമുക്ക് ആദ്യം തന്നെ എന്താണ് മെയിൻ ലിസ്റ്റ്, മെയിൻ ലിസ്റ്റിൽ ഉൾപ്പെട്ടവർ എന്തൊക്കെയാണ് ചെയ്യേണ്ടത് എന്നുള്ളത് നോക്കാം. മെയിൻ ലിസ്റ്റിന് പൊതുവെ സെലക്ഷൻ ലിസ്റ്റ്, അതേപോലെ ഷുവർ ലിസ്റ്റ് എന്നും പറയാറുണ്ട്. ഈ മൂന്ന് പേരിൽ അറിയപ്പെടുന്ന ഒരേ ലിസ്റ്റ് ആണ്. ഈ ലിസ്റ്റിനകത്ത് വരുന്ന കുട്ടികൾക്ക് 100% ഉറപ്പാണ് അഡ്മിഷൻ ലഭിച്ചിരിക്കും. അതുകൊണ്ട് തന്നെ മെയിൻ ലിസ്റ്റിൽ ഉൾപ്പെട്ടവർ കൃത്യസമയത്ത് തന്നെ ഇന്റർവ്യൂ നടക്കുന്ന സ്ഥലങ്ങളിൽ എത്തിച്ചേരുക. ഒന്നുകില്ലെങ്കിൽ നേരത്തെ എത്തിച്ചേരുക, അല്ലെങ്കിൽ കൃത്യസമയത്തെങ്കിലും എത്തിച്ചേരുക. അല്ലാത്ത പക്ഷം, അതായത് നിങ്ങൾ എത്താത്ത സാഹചര്യത്തിൽ ആ ഒരു സീറ്റ് മറ്റൊരു കുട്ടിക്ക് കൊടുക്കും. പിന്നീട് ആ സീറ്റ് യാതൊരുവിധ കാരണവശാലും നിങ്ങൾക്ക് ലഭിക്കുന്നതല്ല. അതുകൊണ്ട് തന്നെ മെയിൻ ലിസ്റ്റിൽ ഉൾപ്പെട്ടവർ കൃത്യസമയത്ത് തന്നെ ഇന്റർവ്യൂ നടക്കുന്ന സ്ഥലത്തേക്ക് എത്തിച്ചേരുക. ഇന്റർവ്യൂ നടക്കുന്ന സ്ഥലങ്ങൾ കൃത്യമായിട്ട് ഓരോ ജില്ലയിലും കൊടുത്തിട്ടുണ്ട്. അതും നമുക്ക് വീഡിയോയിൽ പറയാം. മെയിൻ ലിസ്റ്റിൽ ഉൾപ്പെട്ടിട്ടും സമയത്ത് എത്താൻ കഴിയാത്തതിന്റെ പേരിൽ സീറ്റ് നഷ്ടപ്പെടുക എന്ന് പറയുന്നത് ഭയങ്കര സങ്കടമുള്ള കാര്യമാണ്. അതുകൊണ്ട് തന്നെ കൃത്യസമയത്ത് നിങ്ങൾ ഇന്റർവ്യൂവിൽ പങ്കെടുക്കുക. ലിസ്റ്റിൽ ഉൾപ്പെട്ടവർ കൃത്യമായിട്ട് എല്ലാ സർട്ടിഫിക്കറ്റും റെഡിയാക്കി വെക്കുക. നിങ്ങളുടെ SSLC, +2, TC, കോൺടാക്ട് സർട്ടിഫിക്കറ്റ്, മെഡിക്കൽ സർട്ടിഫിക്കറ്റ്, എന്തെങ്കിലും റിസർവേഷൻ ഉള്ളതാണെങ്കിൽ അതിന്റെ സർട്ടിഫിക്കറ്റ്, NCCയുടെയോ അല്ലെങ്കിൽ മറ്റെന്തെങ്കിലും വെയിറ്റേജ് മാർക്ക് ലഭിച്ചിട്ടുണ്ടെങ്കിൽ അതിന്റെ ഒറിജിനൽ സർട്ടിഫിക്കറ്റ്, SC, ST, OEC കാറ്റഗറിയിൽപ്പെട്ടവർ ജാതി സർട്ടിഫിക്കറ്റ്, OBC ആണെങ്കിൽ നോൺ ക്രീമിലിയർ സർട്ടിഫിക്കറ്റ്, EWS കാറ്റഗറിയിൽപ്പെട്ടവരാണെങ്കിൽ EWS ആണെന്ന് തെളിയിക്കുന്നതിന് സർട്ടിഫിക്കറ്റ്, വിമുക്ത പഠനമാണെങ്കിൽ അത് തെളിയിക്കുന്ന സർട്ടിഫിക്കറ്റ് എന്നിവ കൃത്യമായിട്ട് ഇന്റർവ്യൂ സമയത്ത് ഹാജരാക്കണം. അല്ലാത്ത പക്ഷം നിങ്ങൾക്ക് എന്താണോ റിസർവേഷൻ അത് നഷ്ടമാകാൻ ചിലപ്പോൾ സാധ്യതയുണ്ട്. അതുകൊണ്ട് എല്ലാ സർട്ടിഫിക്കറ്റുകളും കൃത്യമായിട്ട് റെഡിയാക്കി വെക്കുക. ഇന്റർവ്യൂ സമയത്ത് നിങ്ങളുടെ എല്ലാ സർട്ടിഫിക്കറ്റുകളുടെയും ഒറിജിനൽ കൃത്യമായിട്ട് പരിശോധിച്ചിട്ട് എല്ലാം ഉറപ്പ് വരുത്തിയതിനു ശേഷം നിങ്ങൾക്ക് ഏത് കോളേജിലാണ് അഡ്മിഷൻ വേണ്ടത് എന്ന് ചോദിക്കും. ആ സമയത്ത് കൃത്യമായിട്ട് നമുക്കൊരു ഉത്തരം മനസ്സിലുണ്ടാവണം. അഥവാ ആ കോളേജിൽ സീറ്റ് ഇല്ലെങ്കിൽ രണ്ടാമതായിട്ട് പറയാൻ വേണ്ടിയിട്ടും അല്ലെങ്കിൽ മൂന്നാമതായിട്ട് പറയാൻ വേണ്ടിയിട്ടും ഒരു ഉത്തരം നമ്മുടെ മനസ്സിലുണ്ടാവണം. അതായത് നമുക്ക് പ്രയോറിറ്റി വൈസ് 3 കോളേജെങ്കിലും മനസ്സിൽ കരുതിയിട്ടുണ്ടാവണം. റാങ്ക് ലിസ്റ്റിൽ ആദ്യം വരുന്ന ആളുകൾക്കാണ് അവർക്ക് ഇഷ്ടപ്പെട്ട കോളേജ് തന്നെ സെലക്ട് ചെയ്യാൻ കഴിയാറുള്ളത്. പിന്നീട് വരുന്ന സമയത്ത് ഓരോ കോളേജിലും സീറ്റ് ഫില്ല് ആവും. അപ്പോൾ ആ കോളേജിൽ അഡ്മിഷൻ ക്ലോസ് ചെയ്യും. പിന്നെ ബാക്കിയുള്ള കോളേജുകളെ നിങ്ങൾക്ക് സെലക്ട് ചെയ്യാൻ കഴിയുള്ളൂ. അതുകൊണ്ട് ഏകദേശം എല്ലാ കോളേജുകളെ പറ്റിയും കൃത്യമായൊരു ധാരണ ഉണ്ടാക്കി വെക്കുക. പോയി വരാൻ പറ്റുന്ന ദൂരമാണോ, കോളേജിന്റെ എങ്ങനെയാണ്, ആ ഒരു സാഹചര്യങ്ങളും കാര്യങ്ങളും എങ്ങനെയാണ് എന്നുള്ളതൊക്കെ ഒന്ന് മനസ്സിലാക്കി വെക്കുക. ഇന്റർവ്യൂവിനകത്ത് നിങ്ങളുടെ കോളേജ് സെലക്ഷനും അതേപോലെ സർട്ടിഫിക്കറ്റിന്റെ വെരിഫിക്കേഷനുമാണ് നടക്കുക. ഇന്റർവ്യൂവിൽ പങ്കെടുത്ത് കോളേജ് സെലക്ട് ചെയ്ത് കഴിഞ്ഞാൽ സർട്ടിഫിക്കറ്റുമായിട്ട് തൊട്ടടുത്ത ദിവസം കോളേജിൽ പോയിട്ട് അഡ്മിഷൻ എടുക്കാനാണ് പറയുക. അങ്ങനെ പോകുന്ന സമയത്ത് കൃത്യമായ എല്ലാ സർട്ടിഫിക്കറ്റും നിങ്ങളുടെ കയ്യിൽ വേണം. TC, കോൺടാക്ട് സർട്ടിഫിക്കറ്റ്, മെഡിക്കൽ സർട്ടിഫിക്കറ്റ് തുടങ്ങിയ എല്ലാ സർട്ടിഫിക്കറ്റും കയ്യിൽ വേണം. എന്നിട്ട് നേരിട്ട് കോളേജിൽ പോയി അഡ്മിഷൻ എടുത്ത് ഫീസ്, PTA ഫണ്ട്, ട്യൂഷൻ ഫീസ് എന്നിവ അടയ്ക്കേണ്ടി വരും. വളരെ കുറഞ്ഞ പൈസയെ ഉണ്ടാവാറുള്ളൂ. ഓരോ കോളേജിലും ഡിപ്പെൻസ് ആണ്. എന്നാലും കൃത്യമായിട്ട് ഒരു എമൗണ്ട് പറയാൻ കഴിയില്ല. എന്നാലും ഒരു പൈസ നിങ്ങൾ കയ്യിൽ കരുതുക. ഇത്രയുമാണ് മെയിൻ ലിസ്റ്റുമായിട്ട് ബന്ധപ്പെട്ട പ്രധാനപ്പെട്ട കാര്യങ്ങൾ. ഇനി വെയിറ്റിംഗ് ലിസ്റ്റും അതേപോലെ സപ്ലിമെന്ററി ലിസ്റ്റും എന്താണെന്ന് പരിശോധിക്കാം. വെയിറ്റിംഗ് ലിസ്റ്റും അതേപോലെ സപ്ലിമെന്ററി ലിസ്റ്റും ഉള്ളവർക്ക് കിട്ടണമെങ്കിൽ മെയിൻ ലിസ്റ്റിൽ ഉൾപ്പെട്ട കുട്ടികളെ വരാതിരിക്കണം. എങ്കിൽ മാത്രമേ നിങ്ങൾക്ക് അഡ്മിഷൻ ലഭിക്കുള്ളൂ. മെയിൻ ലിസ്റ്റിലുള്ള മുഴുവൻ പേരും വന്നു കഴിഞ്ഞാൽ വെയിറ്റിംഗ് ലിസ്റ്റിൽ ഒരാൾക്ക് പോലും അഡ്മിഷൻ ലഭിക്കില്ല. പക്ഷെ അങ്ങനെ ഒരു സാഹചര്യം നിലവിൽ ഇത്രയും കാലമായിട്ട് ഉണ്ടായിട്ടില്ല. മെയിൻ ലിസ്റ്റിൽ ഒരുപാട് കുട്ടികൾ വരാതിരിക്കാറുണ്ട്. അതുകൊണ്ട് വെയിറ്റിംഗ് ലിസ്റ്റിലെ കുട്ടികളും കൃത്യമായിട്ട് ഇന്റർവ്യൂവിനകത്ത് പങ്കെടുക്കണം. വെയിറ്റിംഗ് ലിസ്റ്റിലുള്ള എത്ര പേർക്ക് കിട്ടുമെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ കൃത്യമായിട്ട് ഒരു ഉത്തരം നമുക്ക് പറയാൻ കഴിയില്ല. എന്നിരുന്നാലും കുറെ പേർക്ക് കിട്ടാറുണ്ട്. അതുകൊണ്ട് എല്ലാവരും പ്രതീക്ഷയോടുകൂടി തന്നെ പങ്കെടുക്കുക. വെയിറ്റിംഗ് ലിസ്റ്റിന്റെ കാര്യത്തിലാണെങ്കിൽ നിങ്ങൾ കൃത്യമായ സമയത്ത് തന്നെ പങ്കെടുക്കണം. നിങ്ങളുടെ പേര് വിളിക്കുന്ന സമയത്ത് നിങ്ങൾ അവിടെ ഹാജരായില്ല എങ്കിൽ വെയിറ്റിംഗ് ലിസ്റ്റിൽ നിങ്ങളെ പുറകിലുള്ളവരെ വിളിക്കും. അതായത് നിങ്ങളുടെ അവസരം അവിടെ നഷ്ടമാകും. വെയിറ്റിംഗ് ലിസ്റ്റിന്റെ കേസിൽ എല്ലാ ഒറിജിനൽ സർട്ടിഫിക്കറ്റുകളും ഹാജരാക്കേണ്ടതില്ല. SSLC, +2 എന്നിവ നിങ്ങളുടെ കോളേജിൽ, നിങ്ങളിപ്പോൾ മറ്റു കോഴ്സുകൾ പഠിച്ചുകൊണ്ടിരിക്കുന്നവരാണെങ്കിൽ നിങ്ങൾ കോളേജ് റിക്വസ്റ്റ് ലെറ്റർ എഴുതി കൊടുത്തിട്ട് വാങ്ങിച്ചാൽ മതിയാകും. അഥവാ നിങ്ങൾക്ക് അഡ്മിഷൻ കിട്ടുവാണെങ്കിൽ മാത്രം നിങ്ങൾ അവിടെ പോയി TC, കോൺടാക്ട് സർട്ടിഫിക്കറ്റ് എന്നിവ വാങ്ങിയാൽ മതി. ഇല്ലെങ്കിൽ ചിലപ്പോൾ നിങ്ങൾക്ക് DLED വെയിറ്റിംഗ് ലിസ്റ്റിൽ വന്നിട്ട് അഡ്മിഷൻ കിട്ടിയില്ല എങ്കിൽ നിങ്ങൾ നിലവിൽ പഠിച്ചുകൊണ്ടിരിക്കുന്ന കോഴ്സും നഷ്ടമാകും, DLED നഷ്ടമാകും, ഒരു വർഷത്തോളം വീണ്ടും നഷ്ടമാകും. അതുകൊണ്ട് തന്നെ നിങ്ങൾ കിട്ടിയതിന് ശേഷം മാത്രം TC വാങ്ങിയാൽ മതിയാകും. വെയിറ്റിംഗ് ലിസ്റ്റിലുള്ളവർക്ക് ബാക്കി സർട്ടിഫിക്കറ്റുകൾ ഹാജരാക്കാൻ വേണ്ടിയിട്ട് 2 മുതൽ 3, 4 അല്ലെങ്കിൽ ഒരാഴ്ച വരെയൊക്കെ സമയം നൽകാറുണ്ട്.
ഉണ്ടാവാറുണ്ട്. അതുകൊണ്ട് ആരും ആ കാര്യം ആലോചിച്ച് ടെൻഷൻ ആവേണ്ടതില്ല. വെയിറ്റിംഗ് ലിസ്റ്റിലും സെയിം പ്രൊസീജിയറും കാര്യങ്ങളൊക്കെ തന്നെയാണ്. ഇന്റർവ്യൂവിനകത്ത് പങ്കെടുക്കുന്ന സമയത്ത് നിങ്ങൾക്ക് ഇഷ്ടമുള്ള കോളേജ് ചോദിക്കും. വെയിറ്റിംഗ് ലിസ്റ്റ് ആകുന്ന സമയത്ത് ചിലപ്പോൾ നിങ്ങൾക്ക് ഇഷ്ടമുള്ള കോളേജൊന്നും കിട്ടണമെന്നില്ല. അപ്പം അവർ കോളേജിന്റെ പേര് പറയും. ആ പേരിൽ നിങ്ങൾക്ക് ഇഷ്ടമുള്ള കോളേജ് ഏതാണോ അത് പറയുക. അപ്പോൾ കൃത്യമായിട്ട് എല്ലാ കോളേജുകളെ പറ്റിയും ഒരു ധാരണ ഉണ്ടാക്കി വെക്കുക. സപ്ലിമെന്ററി ലിസ്റ്റ് എന്ന് പറയുന്നത് റിസർവേഷൻ അടിസ്ഥാനപ്പെടുത്തിയിട്ട് ഉണ്ടാക്കുന്ന ലിസ്റ്റാണ്. അതായത് സപ്ലിമെന്ററി ലിസ്റ്റിനകത്ത് കൃത്യമായിട്ട് റിസർവേഷൻ പ്രകാരം കുട്ടികളെ ചാർട്ട് ചെയ്തിട്ടുണ്ടാവും. അതിനകത്ത് എല്ലാ റിസർവേഷനും ഉൾപ്പെടുത്തിയിട്ടും ഉണ്ടാവും. OBC കാറ്റഗറി, SC കാറ്റഗറി, ST കാറ്റഗറി, EWS, ഡിഫറൻറ്റ്ലി ആബിൾഡ്, അതേപോലെ ജവാൻ ഡിപ്പെൻഡന്റ് തുടങ്ങി എല്ലാ റിസർവേഷനും പാലിച്ചുകൊണ്ടുള്ള ഒരു സപ്ലിമെന്ററി ലിസ്റ്റും കൂടെ എല്ലാ റാങ്ക് ലിസ്റ്റിന്റെ കൂടെയും ഉണ്ടാവാറുണ്ട്. ആ സപ്ലിമെന്ററി ലിസ്റ്റിൽ നിന്ന് എങ്ങനെയാണ് കുട്ടികളെ എടുക്കുന്നത് നോക്കാം. റിസർവേഷൻ പ്രകാരം മെയിൻ ലിസ്റ്റിനകത്ത് ഉൾപ്പെട്ട ഒരു കുട്ടി വരാതിരുന്നു കഴിഞ്ഞാൽ വെയിറ്റിംഗ് ലിസ്റ്റിനകത്ത് അതേ റിസർവേഷനുള്ള കുട്ടികളുണ്ടോ എന്ന് നോക്കും. ഉണ്ടെങ്കിൽ ആ കുട്ടി എടുക്കും. വീണ്ടും ഒഴിവ് വരുന്ന സമയത്ത് വീണ്ടും വെയിറ്റിംഗ് ലിസ്റ്റിനകത്ത് കുട്ടികളുണ്ടോ എന്ന് നോക്കും. അതേ കാറ്റഗറി അതേ റിസർവേഷൻ ഉള്ള കുട്ടികളില്ല എങ്കിൽ പിന്നീട് എടുക്കുന്നത് സപ്ലിമെന്ററി ലിസ്റ്റിനായിരിക്കും. അതായത് വെയിറ്റിംഗ് ലിസ്റ്റിനകത്ത് റിസർവേഷൻ പ്രകാരമുള്ള കുട്ടികൾ കഴിഞ്ഞു കഴിഞ്ഞാൽ പിന്നീട് എടുക്കുന്നത് റിസർവേഷൻ പ്രകാരം സപ്ലിമെന്ററി ലിസ്റ്റിൽ വന്ന കുട്ടികളെ ആയിരിക്കും. കാറ്റഗറിയുടെ കേസിലൊക്കെ വെയിറ്റിംഗ് ലിസ്റ്റിൽ ഒരാളൊക്കെ ഉണ്ടാവുള്ളൂ. അപ്പോൾ ആ ഒരാൾ എടുത്തു കഴിഞ്ഞാൽ പിന്നീട് വരുന്ന വേക്കൻസി സപ്ലിമെന്ററി ലിസ്റ്റിൽ നിന്നായിരിക്കും എടുക്കുക. പറഞ്ഞ കാര്യം കൃത്യമായിട്ട് മനസ്സിലായി എന്ന് കരുതുന്നു. അതായത് റിസർവേഷൻ പ്രകാരം മെയിൻ ലിസ്റ്റിൽ ഉൾപ്പെട്ട കുട്ടി വരാതിരുന്നു കഴിഞ്ഞാൽ അതിന് പകരം വെയിറ്റിംഗ് ലിസ്റ്റിലുള്ള കുട്ടി എടുക്കും. വീണ്ടും അതേ വേക്കൻസി വന്നു കഴിഞ്ഞാൽ വെയിറ്റിംഗ് ലിസ്റ്റിൽ കുട്ടികളില്ലെങ്കിൽ പകരം എടുക്കുന്നത് സപ്ലിമെന്ററി ലിസ്റ്റിനകത്ത് നിന്നായിരിക്കും. സപ്ലിമെന്ററി ലിസ്റ്റിനകത്തുള്ള കുട്ടികൾക്ക് അഡ്മിഷൻ കിട്ടണമെങ്കിൽ അതേ റിസർവേഷൻ പ്രകാരം അഡ്മിഷൻ കിട്ടിയ മെയിൻ ലിസ്റ്റിൽ വന്ന കുട്ടികൾ വരാതിരിക്കണം. സപ്ലിമെന്ററി ലിസ്റ്റിനകത്ത് വരുന്ന കുട്ടികൾക്കും അഡ്മിഷൻ ലഭിക്കാറുണ്ട്. അതുകൊണ്ട് അഡ്മിഷന് വേണ്ടി പോവുക. അങ്ങനെയാണെങ്കിൽ മാത്രമേ ഈ സപ്ലിമെന്ററി ലിസ്റ്റിൽ വന്ന കുട്ടികൾക്ക് അഡ്മിഷൻ ലഭിക്കുന്നുണ്ട്. ഇന്റർവ്യൂവിനകത്ത് കൃത്യമായിട്ട് പങ്കെടുക്കുക. കാരണം പങ്കെടുത്തില്ല എങ്കിൽ പിന്നീട് ഒരു അവസരം ലഭിക്കുന്നതല്ല. അതുകൊണ്ട് എല്ലാവരും പങ്കെടുക്കുക. ഗവൺമെന്റ് എയ്ഡ് റാങ്ക് ലിസ്റ്റിനകത്ത് വരാത്തവരാണ് നിങ്ങളെങ്കിൽ നിങ്ങൾ സെൽഫ് ഫിനാൻസിനകത്ത് വേണ്ടി വെയിറ്റ് ചെയ്യുക. കാരണം സെൽഫ് ഫിനാൻസിനകത്ത് എല്ലാ ജില്ലകളിലും സീറ്റ് കൂടുതലാണ്. അതുകൊണ്ട് കിട്ടാൻ സാധ്യതയും കൂടുതലാണ്. അതുകൊണ്ട് നിങ്ങൾ അതിന് കൃത്യമായിട്ട് അതിന് വേണ്ടി വെയിറ്റ് ചെയ്യുക. അത് മാത്രമല്ല ഗവൺമെന്റിൽ അഡ്മിഷൻ കിട്ടിയ കുട്ടികൾ കുറേ പേര് സെൽഫ് ഫിനാൻസിന് അപേക്ഷ കൊടുത്തിട്ടുണ്ടാവും. രണ്ട് ലിസ്റ്റിനകത്ത് കോമൺ ആയിട്ട് കുറേ പേര് വരും. അവരൊക്കെ എന്തായാലും ഗവൺമെന്റിലായിരിക്കും അഡ്മിഷൻ എടുത്തിട്ടുണ്ടാവുക. ആ സീറ്റ് വേക്കൻസിയും ഈ സെൽഫ് ഫിനാൻസിന്റെ കോളേജിൽ ഉണ്ടാവും. അതുകൊണ്ട് തന്നെ സെൽഫ് ഫിനാൻസിനകത്ത് കൂടുതൽ പേർക്ക് അഡ്മിഷൻ ലഭിക്കും. ഇനി നമുക്ക് ഓരോ ജില്ലയുടെയും ഇന്റർവ്യൂ എന്നാണെന്നും എവിടെ വെച്ചാണെന്നും നോക്കാം. നിലവിൽ കൊല്ലം, തിരുവനന്തപുരം, കോഴിക്കോട്, പത്തനംതിട്ട ജില്ലകളുടെ റാങ്ക് ലിസ്റ്റാണ് വന്നിട്ടുള്ളത്. അതിനകത്ത് പത്തനംതിട്ട ജില്ലയിലെ റാങ്ക് ലിസ്റ്റ് വെബ്സൈറ്റ് ഇല്ലാത്തതുകൊണ്ട് നോട്ടീസ് ബോർഡിലാണ് പബ്ലിഷ് ചെയ്യുക. ഇനി ഓരോ ജില്ലയുടെ ഇന്റർവ്യൂ ഡീറ്റെയിൽസ് നോക്കാം. കോഴിക്കോട് ജില്ലയുടെ കേസിൽ ഇന്റർവ്യൂ നടക്കുന്നത് DDE ഓഫീസിൽ വെച്ച് തന്നെയാണ്. കോഴിക്കോട് ജില്ലയുടെ കേസിൽ എല്ലാ ഇന്റർവ്യൂ നടക്കുന്നത് 17-ാം തീയതിയാണ്. ഓരോന്നിനും അതിൻ്റെതായിട്ടുള്ള രജിസ്ട്രേഷൻ ടൈം ഉണ്ട്. അതേപോലെ കൂടിക്കാഴ്ചയ്ക്ക് വേറെ ടൈമുമാണ് കൊടുത്തിരിക്കുന്നത്. അതുകൊണ്ട് രജിസ്ട്രേഷൻ ടൈമിൽ തന്നെ കൃത്യമായിട്ട് എല്ലാവരും എത്തണം. ലേറ്റ് ആവാൻ പാടില്ല. കൊമേഴ്സിന്റെ രജിസ്ട്രേഷൻ 17-ാം തീയതി രാവിലെ 9 മണിക്കും കൂടിക്കാഴ്ച രാവിലെ 9:30ക്കുമാണ്. കൊമേഴ്സിന്റെ വെയിറ്റിംഗ് ലിസ്റ്റിന്റെ രജിസ്ട്രേഷൻ തുടങ്ങുന്നത് 9:15-നും കൂടിക്കാഴ്ച 10:30ക്കുമാണ്. സയൻസിന്റെ ഷുവർ ലിസ്റ്റിന്റെ രജിസ്ട്രേഷൻ തുടങ്ങുന്നത് രാവിലെ 9:30ക്കും കൂടിക്കാഴ്ച 10 മണിക്കുമാണ്. സയൻസിന്റെ വെയിറ്റിംഗ് ലിസ്റ്റിന്റെ രജിസ്ട്രേഷൻ തുടങ്ങുന്നത് 10 മണിക്കും ഇന്റർവ്യൂ തുടങ്ങുന്നത് 11:30ക്കുമാണ്. ഹ്യൂമാനിറ്റീസിന്റെ കേസിൽ മെയിൻ ലിസ്റ്റിലുള്ളവർക്ക് രജിസ്ട്രേഷൻ സ്റ്റാർട്ട് ചെയ്യുന്നത് 12 മണിക്കും കൂടിക്കാഴ്ച 12:30ക്കുമാണ്. ഹ്യൂമാനിറ്റീസിന്റെ വെയിറ്റിംഗ് ലിസ്റ്റിന്റെ കേസിൽ രജിസ്ട്രേഷൻ 12:30ക്കും കൂടിക്കാഴ്ച 2 മണിക്കുമാണ്. എല്ലാ കൂടിക്കാഴ്ചകളും ഒരേ സ്ഥലത്ത് ഒരേ ദിവസം തന്നെ ആയതുകൊണ്ട് നല്ല തിരക്കുണ്ടാവും. അതുകൊണ്ട് ഓരോ സബ്ജക്റ്റിന്റെയും സ്ഥലം കൃത്യമായിട്ട് മനസ്സിലാക്കണം. അതിന് നേരത്തെ തന്നെ നിങ്ങൾ അവിടെ എത്തണം. എന്നിട്ട് കൃത്യമായിട്ട് രജിസ്ട്രേഷൻ ചെയ്യാം. ഓരോ സബ്ജക്റ്റിനെയും സെപ്പറേറ്റ് ആയിട്ടാണ് രജിസ്ട്രേഷൻ ഉണ്ടാവാറുള്ളത്. അത് കൃത്യമായിട്ട് നിങ്ങൾ കണ്ടെത്തി രജിസ്റ്റർ ചെയ്യണം. എന്തെങ്കിലും തെറ്റുകൾ സംഭവിച്ചു കഴിഞ്ഞാൽ DDE ഓഫീസ് അതിന് ഉത്തരവാദിയായിരിക്കില്ല. നിങ്ങൾ കൊമേഴ്സ് ആണെങ്കിൽ കൊമേഴ്സിന്റെ അവിടെ തന്നെ പോയി രജിസ്റ്റർ ചെയ്യണം. അത് നിങ്ങളുടെ ഉത്തരവാദിത്തമാണ്. അത് കൃത്യമായി ചെയ്യണമെങ്കിൽ 9 മണിക്കാണ് രജിസ്ട്രേഷൻ എങ്കിൽ 8:30 നിങ്ങൾ അവിടെ എത്തണം. അങ്ങനെയാണെങ്കിൽ മാത്രമേ കൃത്യമായിട്ട് എല്ലാ പ്രൊസീജിയറും നിങ്ങൾക്ക് കംപ്ലീറ്റ് ചെയ്യാൻ പറ്റുള്ളൂ. രജിസ്ട്രേഷൻ 9 മണിക്കാണെങ്കിൽ 9 മണിക്ക് തന്നെ നിങ്ങൾ അവിടെ എത്തി രജിസ്റ്റർ ചെയ്യണം. ഇന്റർവ്യൂ ചിലപ്പോൾ ലേറ്റ് ആവും. പക്ഷേ രജിസ്ട്രേഷൻ ആ ഒരു സമയത്ത് തന്നെ തുടങ്ങും. അപ്പോൾ ഇത് ഈ പറഞ്ഞിരിക്കുന്ന സമയത്ത് തന്നെ നടക്കും എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ കൃത്യമായിട്ട് നടക്കുമെന്നൊന്നും പറയാൻ കഴിയില്ല. പക്ഷെ എന്നിരുന്നാലും നമ്മളുടെ ഭാഗത്തുള്ള മിസ്റ്റേക്കുകൾ കൊണ്ട് നമ്മുടെ അവസരം നഷ്ടമാകരുത്. അതുകൊണ്ട് കൃത്യസമയത്ത് തന്നെ കൃത്യസമയത്തിൽ ഒരു അരമണിക്കൂർ നേരത്തെയെങ്കിലും നിങ്ങൾ DDE ഓഫീസിലേക്ക് എത്തിച്ചേരും. കൊണ്ടുപോകേണ്ട സർട്ടിഫിക്കറ്റുകൾ എന്തൊക്കെയാണെന്നുള്ളത് നമ്മൾ ഇൻട്രൊഡക്ഷന്റെ ഭാഗത്ത് തന്നെ പറഞ്ഞിട്ടുണ്ട്. മെയിൻ ലിസ്റ്റിന്റെ കേസിൽ ഇവിടെയും അതേ സർട്ടിഫിക്കറ്റുകൾ കൊണ്ടുപോവുക. കൊല്ലം ജില്ലയുടെ കൊമേഴ്സിന്റെ കേസിൽ ഇന്റർവ്യൂ നടക്കുന്നത് 15-ാം തീയതിയാണ്. 5-ാം തീയതി 11 മണിക്ക് മലയാളി സഭ NSS UPS തേവള്ളിയിൽ വെച്ചാണ് ഇന്റർവ്യൂ നടക്കുന്നത്. കൊല്ലം ജില്ലയുടെ കേസിൽ വെയിറ്റിംഗ് ലിസ്റ്റിന്റെ സമയം എത്രയാണെന്ന് കൃത്യമായിട്ട് പറഞ്ഞിട്ടില്ല.
പക്ഷെ അതേ ദിവസം തന്നെ ഇന്റർവ്യൂ ഉണ്ടാവും എന്ന് പറഞ്ഞിട്ടുണ്ട്. അതുകൊണ്ട് നിങ്ങളും ആ ഒരു 11 മണിയാകുമ്പോൾ തന്നെ അവിടെ കൈവളിയിൽ എത്തിച്ചേരുക. കൊല്ലം ജില്ലയുടെ സയൻസിന്റെ കേസിനകത്ത് ഇന്റർവ്യൂ നടക്കുന്ന സെയിം സ്ഥലത്ത് വെച്ച് തന്നെയാണ്. പക്ഷെ ഇന്റർവ്യൂ നടക്കുന്നത് 10 മണി മുതലാണ്. അതുകൊണ്ട് 10 മണിയാകുമ്പോഴേക്കും എല്ലാവരും കൃത്യമായിട്ട് അവിടെ എത്തിച്ചേരുക. വെയിറ്റിംഗ് ലിസ്റ്റിലുള്ളവരാണെങ്കിലും അതേ സമയത്ത് തന്നെ എത്തിച്ചേരുക. ഹ്യൂമാനിറ്റീസിന്റെ കേസിൽ 15-ാം തീയതി തന്നെയാണ് ഇന്റർവ്യൂ നടക്കുന്നത്. സെയിം സ്ഥലം തന്നെയാണ്. ഇന്റർവ്യൂ ആരംഭിക്കുന്നത് 10:30-ക്കാണ്. അത് കൃത്യമായിട്ട് ആ സമയത്ത് തന്നെ എത്തിച്ചേരുക. വെയിറ്റിംഗ് ലിസ്റ്റിലുള്ളവരും 10:30-ക്ക് തന്നെ എത്തിച്ചേരുക. കൊല്ലം ജില്ലയിൽ ഒരേ ദിവസം തന്നെ മെയിൻ ലിസ്റ്റും അതേപോലെ വെയിറ്റിംഗ് ലിസ്റ്റും ഇന്റർവ്യൂ നടക്കും. കൃത്യമായ സമയം പറയാത്തത് കൊണ്ട് മെയിൻ ലിസ്റ്റിന് ഇന്റർവ്യൂ നടക്കുന്ന സമയത്ത് തന്നെ വെയിറ്റിംഗ് ലിസ്റ്റുകാരും എത്തിച്ചേരുക. ലിസ്റ്റിൽ ഉൾപ്പെട്ടവരും അതേപോലെ വെയിറ്റിംഗ് ലിസ്റ്റിൽ ഉൾപ്പെട്ടവരും എന്തൊക്കെ സർട്ടിഫിക്കറ്റുകളാണ് നൽകേണ്ടതെന്ന് കൃത്യമായിട്ട് ഇൻട്രൊഡക്ഷനിൽ പറഞ്ഞിട്ടുണ്ട്. അതൊന്ന് കേൾക്കുക. തിരുവനന്തപുരം ജില്ലയിലെ ഗവൺമെന്റ് എയ്ഡഡ് കോളേജുകളിലേക്കുള്ള ഇന്റർവ്യൂ നടക്കുന്നത് SMV മോഡൽ HSSൽ വെച്ചിട്ടാണ്. 15-16 തീയതികളിലായിട്ടാണ് ഇന്റർവ്യൂ നടക്കുന്നത്. 15-ാം തീയതി രാവിലെ 9 മണിക്ക് ഹ്യൂമാനിറ്റീസിന്റെ ഇന്റർവ്യൂവും 15-ാം തീയതി ഉച്ചയ്ക്ക് 12 മണിക്ക് കൊമേഴ്സിന്റെ ഇന്റർവ്യൂവും 16-ാം തീയതി രാവിലെ 9 മണിക്ക് സയൻസിന്റെ ഇന്റർവ്യൂവും നടക്കുന്നുണ്ട്. തിരുവനന്തപുരം ജില്ലയുടെ കേസിൽ മെയിൻ ലിസ്റ്റിന്റെയും അതേപോലെ വെയിറ്റിംഗ് ലിസ്റ്റിന്റെയും ഇന്റർവ്യൂ ഒരേ ദിവസമാണ് നടക്കുന്നത്. മെയിൻ ലിസ്റ്റിന് സെലക്ഷൻ ലിസ്റ്റ് കഴിഞ്ഞതിന് ശേഷം വെയിറ്റിംഗ് ലിസ്റ്റിലെ കുട്ടികളെ വിളിക്കുകയാണ് ചെയ്യാറുള്ളത്. മിക്കവാറും ഉച്ചയാവും. എന്നിരുന്നാലും രാവിലെ തന്നെ അവിടെ എത്തിച്ചേരുക. എല്ലാവരും കൃത്യമായിട്ട് പറയാനുള്ളത്, നിങ്ങൾക്ക് അനുവദിച്ചിരിക്കുന്ന സമയത്തിന് അരമണിക്കൂർ മുമ്പേ എങ്കിലും ഇന്റർവ്യൂ നടക്കുന്ന സ്ഥലത്ത് എത്തിച്ചേരുക. എല്ലാവരും നല്ലപോലെ ഇന്റർവ്യൂ അറ്റൻഡ് ചെയ്യുക. എന്തെങ്കിലും സംശയങ്ങൾ ഉണ്ടെങ്കിൽ കമന്റ് ബോക്സിൽ രേഖപ്പെടുത്തുക. വീഡിയോ ഉപകാരപ്രദമായി എന്ന് തോന്നുകയാണെങ്കിൽ മറ്റുള്ളവരിലേക്ക് ഷെയർ ചെയ്യുക. ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക.